എന്നാലേ ഞാൻ സുന്ദരിയെ കാണുകയും ചെയ്തു, കാശ് വാങ്ങിക്കുകയും ചെയ്തു. സത്യാണോടി? പിന്നെ അല്ലാതെ. നാളെ രാവിലെ തന്നെ ഞാൻ കാശുമായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോണം. കൊറേ കരയിച്ചെങ്കിലും ദൈവം നമ്മളെ കൈവിട്ടില്ല അമ്മേ. അമ്മയ്ക്ക് സന്തോഷായോ? കിട്ടിയ കാശും കൊണ്ട് നീ ഇങ്ങോട്ട് വാ. ഓപ്പറേഷന്റെ കാര്യമൊക്കെ മനസ്സിലായി. ഓപ്പറേഷന്റെ കാര്യത്തിനായി കാശ് ചെലവാക്കണ്ട, അത് എനിക്ക് വേണ്ടി കൂട്ടിവെക്കാനല്ലേ. ഞാനവിടെ വരുമ്പോഴേ അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും. കേട്ടോ തങ്കം? അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ രാവും പകലും ഇല്ലാതെ സുന്ദരിയുടെ പിറകെ ഓടിക്കൊണ്ടിരുന്ന. എന്നിട്ടത് കിട്ടിയപ്പോ ശരി, ഞാനൊന്നും പറയുന്നില്ല. നീ രാവിലെ തന്നെ പോരില്ലേ? വരൂ അമ്മേ. പിന്നെ അമ്മ ഗോപാലമാമനെ കുറിച്ച് എന്തൊക്കെയോ പറയാറില്ലേ? ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇത് കിട്ടില്ലായിരുന്നു അമ്മേ. അമ്മയുടെ കാര്യത്തില് എന്നെക്കാളും വിഷമ ഇപ്പൊ ഗോപാലമാമനും സുനന്ദേച്ചിക്കും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. മമ്മി വീട്ടിൽ പോയിരുന്നു ചില ഡോക്യുമെന്റ്സ് എടുക്കാനായിട്ട്. മൂക്ക് നല്ല ക്ഷീണം ഉണ്ടാവല്ലേ? മമ്മി അതാ സൂപ്പ് എടുത്തേ. മോളിത് കഴിക്ക. മോളെ മമ്മിയോടുള്ള ദേഷ്യം മാറിയില്ലെങ്കിൽ വേണ്ട, ഇതൊന്ന് കഴിച്ചൂടെ? മോളെ എത്രയും വേഗം സുഖമായിട്ട് ഇവിടുന്ന് എഴുന്നേക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് മോളിനോട് ദേഷ്യമോ വാശിയോ എന്താച്ചാ കാണിച്ചു. പ്ലീസ് മോളെ, കുറച്ചെങ്കിലും ഒന്ന് കഴിക്ക. ദാ മോളുടെ മുമ്പിൽ എത്ര താഴാനും മമ്മിക്ക് മടിയില്ല. ഗോപാലമാമ, എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. മാമൻ എന്നെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പണം എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കില്ലായിരുന്നു. ഈ ഗോപാലമാമന് സന്തോഷായി മോളെ. ഒരു കൂടപ്പറപ്പില്ലാത്തതിന്റെ പേരില് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, സങ്കടം പറയാൻ കൂടി അങ്ങനെ ഒരാളില്ലെന്ന് ഓർക്കുമ്പോഴാ. പക്ഷെ ഇപ്പൊ ആ സങ്കടം ഇല്ല കേട്ടോ. അങ്ങനൊരു തോന്നല് വന്നാല് എനിക്ക് വന്ന് കേറാനൊരു വീടുണ്ടല്ലോ. സങ്കടം പറയാൻ സ്വന്തം മാമനെ പോലെ ഒരാളുണ്ട്. ഓട്ടെ സുന്ദേച്ചി, ഞാൻ എന്തായാലും വീണ്ടും വരും. അമ്മയുടെ ഓപ്പറേഷനൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നെ അറബി സമ്മതിച്ചിട്ട് ഗൾഫിൽ നിന്ന് ലീവ് കിട്ടിയിട്ട് നിങ്ങളും അങ്ങോട്ട് വരുമല്ലോ.
മോളെ ഒന്ന് പോ മോളെ. മോളെ ഈ പണം കിട്ടിയത് നീ ഒരു തുടക്കമായിട്ട് മാത്രം കണ്ടാ മതി. ഇവിടുന്ന് അങ്ങോട്ട് ഒരു രാജകുമാരി പോലെയാ നീ ജീവിക്കേണ്ടത്. അതിനുള്ള മാർഗമൊക്കെ ഗോപാലമാമൻ കണ്ടിട്ടുണ്ട്. ഓ പിന്നെ എനിക്ക് ഭരിക്കാൻ വേണ്ടി ഒരു രാജ്യം തന്നെ ഗോപാലമാമ തയ്യാറാക്കാൻ വേണ്ടി പോവല്ലേ? ഇങ്ങനെ വെറുതെ വായിക്കൊള്ളാത്തത് പറയണ്ടെന്ന് ഒന്ന് പറയണ്ടേ സുനന്ദേച്ചി? ഗോപാലേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മോള് രാജകുമാരി തന്നെയാ. ഓ അതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോ മോക്ക് ബോധ്യപ്പെടും. ഓ അപ്പൊ രണ്ടാളും ഒറ്റക്കെട്ടാണ്. എന്നീ രാജകുമാരി പൊക്കോട്ടെ. മോളെ ചേച്ചി വരാട്ടോ. എന്നാ പിന്നെ മോള് വേഗം ഇറങ്ങും, വൈകണ്ട. വെച്ചാൻ്റെ വരെ ഞാനും വരാം. ആ അത് വേണ്ട ഗോപാലമ്മ, ഞാൻ പോയിക്കോളാം. ശരി. നമ്മൾ ഗതികെട്ട് കിടക്കുകയാണെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല സുനന്ദ. ആ അമ്മയുടെ മോളുടെയും പ്രാർത്ഥന നമുക്കുണ്ടാവും. ആ എല്ലാം നേരെയാകട്ടെ.